ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു വെള്ളരിക്ക പച്ചടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി തന്നെ അതൊരു 250 ഗ്രാം വലുപ്പത്തിലുള്ള ഒരു വെള്ളരിക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കുരുവൊക്കെ മാറ്റിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയതാ ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ 1.5 ഗ്ലാസ് വെള്ളം മാത്രമായിട്ടാണ് ചേർക്കുന്നത്. കുറഞ്ഞ വെള്ളത്തിലിരുന്നത് പെട്ടെന്ന് തന്നെ വേവായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഒരു 1.5 ഗ്ലാസ് വെള്ളത്തോളം ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ. ആ ടൈം കൊണ്ട് ഇനി ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടത് 1/4 കപ്പ് തേങ്ങ ചിരകിയതും 1/4 ടീസ്പൂൺ കടുകും അതുപോലെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 2 പച്ചമുളകും കൂടെ അതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളരിക്കൊക്കെ വെന്ത് നല്ല വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അരപ്പൊന്ന് ചേർത്ത് കൊടുക്കണം. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുമല്ലോ വെള്ളരിക്ക. അപ്പോൾ 1.5 കപ്പ് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് 2-3 മിനിറ്റും തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. തേങ്ങയ്ക്കൊന്ന് മിക്സാക്കി എടുക്കുക. അതിന് ശേഷം 2-3 മിനിറ്റും തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തൈര് മിക്സിയിലൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാൻ, ഒരുപാട് പുളിയുള്ളത് വേണ്ട. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്കൊന്ന് താളിച്ച് ഒഴിക്കണം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുകൊന്ന് പൊട്ടിച്ചെടുത്തിട്ട് കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളി വെള്ളരിക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സിമ്പിളായിട്ടത് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ. അത് അധികം എരിവൊന്നും ഇല്ലാത്തൊരു കറിയാണല്ലോ. ഞാൻ ഇത് ആദ്യമായിട്ടിട്ട് ഉണ്ടാക്കണം. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാം. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു വിഭവമാണ് കേട്ടോ. അപ്പോൾ വിഭവങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും, നമസ്കാരം.